ഇന്നൊരു കഥ കേൾക്കാം. ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ കഥ. കയ്യിൽ ഐഫോണും ലാപ്ടോപ്പും ഇല്ലാത്ത, പക്ഷേ പോക്കറ്റിൽ മഞ്ചാടിക്കുരുവും മഷിത്തണ്ടും കരുതിയിരുന്ന ഒരു തലമുറയെക്കുറിച്ച്. അതെ, നമ്മളെക്കുറിച്ച്. 90കളിൽ ജനിച്ച നമ്മളെക്കുറിച്ച്. ജൂൺ മാസത്തിലെ ആ മനോഹരമായ മഴക്കാലം. ഇടവഴിയിലെ ചളിയിൽ കൂടി ഉരുട്ടിക്കൊണ്ടുപോകുന്ന സൈക്കിളുകളും വാഴയില കുടയാക്കി സ്കൂളിലേക്ക് ഓടുന്ന കുട്ടികളും. ആ കുട്ടിക്കൂട്ടത്തിൽ ഒരാളായിരുന്നു നമ്മുടെ കഥാനായകൻ ദാസപ്പൻ. പേര് ദാസൻ എന്നാണെങ്കിലും നാട്ടുകാർക്ക് അവൻ ദാസപ്പൻ തന്നെ. ദാസപ്പൻ്റെ ലോകം അവൻ്റെ പഴയ ആകാശവാണി റേഡിയോയും സ്കൂൾ ബാഗിലെ ഒടിഞ്ഞ പെൻസിലുകളുമായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, ദാസ, നിന്റെ കയ്യിലും മഷിത്തണ്ടുണ്ടോ? ദാസപ്പൻ തൻ്റെ ബാഗ് തുറന്നു. ഒരു പഴയ അച്ചാറ് കുപ്പിയിൽ ശേഖരിച്ചു വെച്ച കുറേ മഞ്ചാടിക്കുരുകളും അതിൻ്റെ കൂടെ വലിയൊരു മഷിത്തണ്ടും. അന്ന് സ്ലേറ്റ് മായ്ക്കാൻ ആ മഷിത്തണ്ട് കിട്ടുക എന്നത് ഇന്നത്തെ ഐഫോൺ 60 കിട്ടുന്നതിനേക്കാൾ വലിയ കാര്യമായിരുന്നു. ദാസപ്പൻ്റെ ഉറ്റ സുഹൃത്താണ് ബിന്ദു. ബിന്ദുവിൻ്റെ കയ്യിൽ എപ്പോഴും വിചിത്രമായ സാധനങ്ങൾ ഉണ്ടാവും. ഒരിക്കൽ അവൾ പറഞ്ഞു, എടാ ദാസ, മയിൽപ്പീലി പുസ്തകത്തിനുള്ളിൽ വെച്ച പ്രസവിക്കൂത്രേ. പിന്നെ കാണുന്നത് ദാസപ്പൻ്റെ പരിശ്രമമാണ്. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവൻ പുസ്തകം തുറന്നു നോക്കും, കുട്ടി മയിൽപ്പീലി വന്നോന്ന്. ഇല്ല. ഒടുവിൽ 1 മാസം കഴിഞ്ഞു നോക്കുമ്പോൾ മയിൽപ്പീലി പ്രസവിച്ചില്ലെന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന പീലിയുടെ അറ്റം ദ്രവിച്ചു പോവുകയും ചെയ്തു. നമ്മളെല്ലാവരും കടന്നുപോയ ഒരു നിഷ്കളങ്കമായ ഫ്രോഡ് പരിപാടിയായിരുന്നില്ലേ അത്? പക്ഷേ ആ കാലത്തിന് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. അമ്മുമ്മ ഉണ്ടാക്കിത്തരുന്ന ആവി പറക്കുന്ന കഞ്ഞിയും പയറും. കറണ്ട് പോകുമ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ നിഴലുകൾ കൊണ്ട് ചുമരിൽ രൂപങ്ങൾ ഉണ്ടാക്കി കളിച്ചിരുന്ന ആ രാത്രികൾ. ഞായറാഴ്ച ദിവസം വൈകുന്നേരം 4 മണിക്ക് ദൂരദർശൻ ചാനലിൽ മലയാള ചലച്ചിത്രം ഉണ്ടാവും. അതൊന്ന് കാണാൻ ആൻറ്റിന തിരിക്കാൻ പോകുന്ന ദാസപ്പൻ. ദാസ, വന്നോ എന്ന് താഴെ നിന്ന് അച്ഛൻ വിളിച്ചു ചോദിക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് അവൻ വിളിച്ചു പറയും, ഇല്ലച്ചാ, വരിവരിയായി വരുന്നേ ഉള്ളൂന്ന്. ഇന്ന് ഒരൊറ്റ ക്ലിക്കിൽ ലോകം മുന്നിലെത്തുമ്പോൾ അന്ന് ആൻറ്റിന തിരിച്ച് കിട്ടുന്ന ആ തെളിഞ്ഞ ചിത്രം നൽകിയിരുന്ന സന്തോഷം വാക്കുകൾക്കപ്പുറമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ദാസപ്പൻ ഇന്ന് വലിയൊരു ടെക്സ്റ്റൈൽസ് മുതലാളിയാണ്. കയ്യിൽ അത്യാധുനിക ഒരു മൊബൈൽ ഫോണും പിടിച്ച നടത്തം. പക്ഷേ ഒരു മഴ പെയ്യുമ്പോൾ അവൻ ഇന്നും ഓർക്കുന്നത് ആ പഴയ സ്കൂൾ വരാന്തയാണ്. ഓരോ 90s കിഡ്സിനും പറയാനുള്ളത് ഒരേ കഥയാണ്. നമ്മൾ വളർന്നു, ലോകം മാറി. പക്ഷേ ഇന്നും ഒരു മഞ്ചാടിക്കുരി കാണുമ്പോൾ, അല്ലെങ്കിൽ ദൂരദർശനിലെ ആ പഴയ സിഗ്നൽ സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ കൊച്ചു കുട്ടി ഉണരും, അല്ലേ? നമുക്ക് നഷ്ടമായത് സൗകര്യങ്ങളല്ല, മറിച്ച് ആ നിഷ്കളങ്കതയാണ്. സ്നേഹിക്കാൻ കാരണങ്ങൾ ആവശ്യമില്ലാതിരുന്ന, മഴ നനയാൻ അനുവാദം ചോദിക്കേണ്ടി വരാത്ത ആ പഴയ കാലം. നിങ്ങൾക്കുണ്ടാകില്ലേ ഇതുപോലൊരു മയിൽപ്പീലി ഓർമ്മ? അല്ലെങ്കിൽ ഒരു മഷിത്തണ്ടിൻ്റെ കഥ? കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കൂ. നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒന്നുകൂടി പോയി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം.